നമ്മുടെ ഹെൽത്തി ഫുഡ് സീരീസിലെ രണ്ടാമത്തെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ലീഫി വെജിറ്റബിളാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുത്താലോ? അപ്പോൾ അതിനാദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇതിന് ടേസ്റ്റ്, അതുകൊണ്ടാണ്. അതിപ്പോൾ അരിഞ്ഞോ ചതച്ചോ എങ്ങനെ വേണമെങ്കിലും ഇടാം. പിന്നെ ഞാൻ കറിവേപ്പില ഇടാൻ മറന്നു പോകുന്നതല്ല, എൻ്റെ കയ്യിലില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ അത് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ ചതച്ച മുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഞാൻ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ചുമന്ന ചീരയും പച്ച ചീരയും കൂടെ മിക്സാണ് കേട്ടോ ഇത്. രണ്ടും കൂടെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ ഈ ചീര ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇളക്കിയിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലത്തേക്ക് ഒന്ന് വാടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം അതിൻ്റെ അടിയിലത്തേക്ക് കുറച്ച് വാടിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ചീര ഒന്ന് വാടി വന്നിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചീര അധിക സമയം വേകേണ്ട ആവശ്യമില്ല. അത് കാരണം പെട്ടെന്ന് തന്നെ ആവിയേറ്റി വേവിക്കാൻ പറ്റുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നിൽക്കുന്നുണ്ടെന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചീര ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങയാണ്. അപ്പോൾ ഞാൻ തേങ്ങ അങ്ങനെ അരച്ചൊന്നും എടുക്കാറില്ല, ഞാൻ ചിരണ്ടിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മിക്സഡ് ചീരത്തോരൻ. അപ്പം എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഓരോ തോരനൊക്കെ ആയിട്ട് വെക്കാറുണ്ട്, ചുമന്ന ചീര വേറെ പച്ച ചീര വേറെ അങ്ങനെയൊക്കെ. ഈ മിക്സഡ് ഒന്ന് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ കളറ് ഏകദേശം റെഡും ഗ്രീനും തന്നെ ആയിരിക്കും. ഇതിപ്പോൾ ക്യാമറയിലായതുകൊണ്ടായിരിക്കണം ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ.